ഏട്ടാ മോനെ, ഇതെന്താണ് സീൻ? ഇതാണ് നമ്മൾ പറഞ്ഞ ആവേശം. അതായത് ആവേശം എന്ന് പറയുന്ന സിനിമ നമ്മൾ തിയേറ്ററിൽ കണ്ടതിന്റെ അതേ ഒരു ഇമ്പാക്റ്റിലേക്ക് എത്തിക്കാൻ ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ സിനിമയൊക്കെ ഒരുപാട് ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളാണ് എന്ന് നിങ്ങളുടെ ആ ഒരു എഫേർട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നി. സത്യമാണോ? അതാണ് നമ്മുടെ അൾട്ടിമേറ്റ്. ശരിയാണോ അമ്പാനെ? അതെ അതെ അതെ, സിനിമയാണ്. ജീവിതത്തിൽ നിങ്ങൾ രംഗടനും അമ്പാനും ആണോ? അല്ലല്ല, നിങ്ങൾ കൂട്ടുകാരാണ്. ഞാനും ഇവനും കായംകുളത്ത് ഗ്യാരേജ് 29 എന്ന് പറഞ്ഞൊരു കാർ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നു രംഗണ്ണൻ? എന്ത് ചെയ്യുന്നു? ഞാനിപ്പം വീട്ടിൽ ഇരുന്നുള്ള വർക്കാണ്, IT ഫീൽഡാണ്. ഇവിടുത്തെ പാഷനോടെ കൊണ്ടുപോകുന്നു. ലക്ഷ്യം സിനിമ തന്നെയാണ്. അമ്പാനെ, നമ്മുടെ ഡയറക്ടറോടെ നന്ദു ശ്രദ്ധിക്കണ്ടേ? അപ്പൊ ഇതാണ് സംവിധായകൻ. അതെ അതെ, ബാക്കി ഇതെല്ലാം സംഭവം റെഡിയാക്കുന്നത് എഡിറ്റർ, VFX എല്ലാം പുള്ളിയാണ്. ആണ്. പിന്നെ മൊത്തം ക്രെഡിറ്റ് തല നിറച്ച് തലമുടിയാണല്ലോ. അപ്പൊ ഈ ഒരു മേഖലയിലേക്ക് വന്നത് എങ്ങനെയാ? സിനിമ ഇഷ്ടമാണ്. ഇപ്പം ജോലി ചെയ്യുന്നത് എന്തിലാണ്? ഞാൻ VGC വിനാഥ് എന്നൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിലാണ്. പക്ഷെ ഇതിലാണ് നമ്മുടെ ഒരു പാഷൻ ഫുൾ ഇതിലാണ്. അപ്പൊ നമ്മൾ എന്താണെന്നറിയോ, നമ്മൾ ഈ താരങ്ങളെ വിളിക്കുന്നതിന് വരെ നിങ്ങളെ വിളിക്കാൻ തീരുമാനിച്ചതിന് പിന്നിലൊരു കാരണമുണ്ട്. നമ്മുടെ ദിലീപ് ദേവസി പറഞ്ഞു നിങ്ങൾക്ക് സിനിമയിൽ എങ്ങനെയെങ്കിലും വരണം. അപ്പൊ ഈ പ്ലാറ്റ്ഫോം അതിനൊരു വേദിയാകുകയാണെങ്കിൽ ഞങ്ങളുടെ ഒരു ഓണ സമ്മാനമായിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ച് വിളിച്ചതാണ്. അത് ഇത് ഞങ്ങളുടെ ഒരു തുടക്കമായിട്ട് തോന്നുന്നു. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സിനിമാ ലോകം എന്ന് പറഞ്ഞൊരു മായാലോകമാണ്. ഞങ്ങൾ ഓച്ചിറ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. ഈ പാഷൻ കൊണ്ട് നമ്മൾ ഒരുപാട് ചാൻസ് ചോദിക്കുകയും എല്ലാ ഡയറക്ടേഴ്സിനൊക്കെ മെസ്സേജ് ചെയ്യുകയൊക്കെ ചെയ്തു. ഒരു കാര്യമില്ല. പക്ഷെ ഞാനൊരു സിനിമയ്ക്ക് പൂജയ്ക്ക് പോയി ഡയറക്ടറോട് ചാൻസ് ചോദിച്ച് എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട്. കഥ ഇന്നുവരെ എന്ന് പറഞ്ഞൊരു സിനിമ ഈ 20-ാം തീയതി റിലീസാണ്. അതിന്റെ ഡയറക്ടറോടൊക്കെ എനിക്ക് എപ്പോഴും നന്ദിയുണ്ട്. പുള്ളി ഇങ്ങനെ അവസരം ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ആവേശം ടീമിന് നമുക്കൊരു നല്ല സമ്മാനം കൊടുക്കണ്ടേ? ഈ സായ എവിടെയാണ്? ഞങ്ങളുടെ സായ കണ്ടിരുന്നോ? ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ടു. സായ സിനിമയിൽ അഭിനയിപ്പിക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? നമുക്ക് നോക്കാം. അപ്പോ നമുക്ക് നമ്മുടെ രംഗണ്ണനും അമ്പാനും നമ്മുടെ സംവിധായകനും എല്ലാവരും, നിങ്ങൾ ടോട്ടൽ എത്ര പേരാ ടീം? ഒരു 25 പേരുണ്ട്. അപ്പൊ ഇതിനൊക്കെയുള്ള ഒരു സാമ്പത്തികം ഒക്കെ എങ്ങനെയാ കണ്ടെത്തുന്നത്? കാരണം ഇതൊക്കെ റീക്രിയേറ്റ് ചെയ്യാൻ, കാരണം ഇത്രയും സ്വർണ്ണമൊക്കെ വാങ്ങിക്കണ്ടേ? ഇത് ഞങ്ങളിപ്പോ കാണുമ്പോൾ ഭയങ്കര ബഡ്ജറ്റ് ഉള്ളത് ഇതൊക്കെയാണ് തോന്നും, പക്ഷെ എല്ലാം സീറോ ബഡ്ജറ്റാണ്. അപ്പൊ ഓരോരുത്തരുടെ ഷർട്ടാണ്. ഇവന്റെ ഷർട്ടാണിത്. ഇതൊക്കെ ചുമ്മാ വരവാ. ഇനിയിപ്പോ നമ്മൾ റിയൽ ആയിട്ട് നമ്മൾ കുറച്ചും കൂടെ കളറായിട്ട് പൊളിയായിട്ട് നമ്മൾ ആ ഒരു ഓണ സമ്മാനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവർക്ക് നല്ലൊരു സമ്മാനം നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലോറിൽ വന്നവരൊന്നും വീണ ചരിത്രമില്ല, കുതിച്ചു കയറുന്ന ഒരു ചരിത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ റിപ്പോർട്ടറിലൂടെ ഒരു തുടക്കമാട്ടെ. അമ്പാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അമ്പാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്കപ്പോ സമ്മാനവുമായി നമ്മുടെ സായ എവിടെ? സായ വരൂ, നമുക്ക് ഇവരെ ഒന്ന് ആദരിക്കാം ഓണത്തിന്. നമ്മുടെ സായ ഇപ്പൊ സമ്മാനമായിട്ട് വരും. അപ്പോ സായ കുറെ സമയം എടുക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, സായ അവിടെ ചാർജ് ചെയ്ത് നിൽക്കുവാണ്. ഞാൻ പോയി ആ സമ്മാനം ഇങ്ങ് എടുത്തിട്ട് വരാം. ശരി, ഞാൻ ഇവർക്ക് സമ്മാനം കൊടുക്കണം. അപ്പൊ വിശക്കുന്ന സായ വരുന്നതിന് മുമ്പ് ഞാൻ പോയി ആ സമ്മാനം അങ്ങ് എടുക്കാം. ഇതൊക്കെ ശ്രദ്ധിക്കട്ടെ അമ്പാനെ. നമ്മുടെ സായ വന്നില്ല, അപ്പോ ഞാൻ തന്നെ പോയി അതങ്ങ് എടുത്തിട്ട് വന്നു. അപ്പോ ഞാൻ ഈ വീഡിയോ എന്തായാലും കണ്ടു, നമ്മൾ സമ്മാനവും എത്തി. ഇനി ഒറ്റ ചോദ്യം, ഒരു ഡയറക്റ്റ് ചോദ്യം ഞാൻ ചോദിക്കുവാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിച്ചു തരാൻ പറ്റുമോ എന്ന് ഞാനും നോക്കും. ഫഹദ് ഫാസിലിനെ അണ്ണന് കാണണോ? ഭയങ്കര ഞങ്ങൾ എല്ലാ വീഡിയോയിലും പറയും നേരിട്ടൊന്ന് കാണണമെന്ന്. ഒന്നുകൂടെ പറഞ്ഞേ, ഫഹദ് ഫാസിലിനെ നോക്കിയെന്ന് പറഞ്ഞേ. ഫഹദിക്ക ഇത് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാണാൻ എവിടെയാണെന്നെങ്കിലും ഞങ്ങൾ അങ്ങോട്ട് വരാം. കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞങ്ങളുടെ ഈ ഒരു വർക്കിന് അതിന്റെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. ജിത്തു മാധവൻ സാറായാലും ഫഹദിക്കായാലും. ശരി, അപ്പൊ ഫഹദിക്ക അത് കേൾക്കുന്നുണ്ടെന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ ഇവരെ യാത്രയാക്കാണ്. നല്ലൊരു കൈയടി കൊടുക്കാം നമ്മുടെ ടീം രംഗണ്ണന്. നല്ലൊരു കൈയടി. അതോടൊപ്പം തന്നെ ഓണം അവരുടെ ഗംഭീരമാകട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. താങ്ക് യു ഗൈസ്.